ഇന്ന് ഒരു രസകരവും അത്ഭുതകരവുമായ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുകയാണ് സ്റ്റുഡിയോ ഗിബ്ലി ട്രെൻഡ്. ഈ ട്രെൻഡ് ലോകമെമ്പാടും വൈറലായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ ഗിബ്ലി ശൈലിയെക്കുറിച്ച് സംസാരിക്കുന്നു. എന്താണ് ഈ ഗിബ്ലി ട്രെൻഡ് എന്ന് അറിയാമോ? ജപ്പാനിൽ നിന്നുള്ള ഒരു പ്രശസ്ത ആനിമേഷൻ സ്റ്റുഡിയോയായ സ്റ്റുഡിയോ ഗിബ്ലിയുടെ അതുല്യമായ കലാശൈലി സാധാരണ ഫോട്ടോകളിലേക്കും ചിത്രങ്ങളിലേക്കും കൊണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഇത്. പക്ഷേ ഈ ട്രെൻഡിന് പിന്നിൽ ഒരു വലിയ ശക്തിയുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI. ഈ വീഡിയോയിൽ സ്റ്റുഡിയോ ഗിബ്ലി എന്താണെന്ന് മനസ്സിലാക്കാം. ഈ ട്രെൻഡ് എങ്ങനെ ഉണ്ടായി എന്ന് പരിശോധിക്കാം. AI എങ്ങനെ ഇതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് വിശദീകരിക്കാം. അതോടൊപ്പം ഈ ട്രെൻഡിന്റെ നല്ല വശങ്ങളും ചില വിവാദങ്ങളും ചർച്ച ചെയ്യാം. ആദ്യം സ്റ്റുഡിയോ ഗിബ്ലി എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സ്റ്റുഡിയോ ഗിബ്ലി ഒരു ജപ്പാനീസ് ആനിമേഷൻ സ്റ്റുഡിയോ ആണ്. 1985-ൽ ഹയാവോ മിയാസാക്കി, ഇസാവോ തകഹത, തോഷിയോ സുസുക്കി എന്നിവർ ചേർന്നാണ് ഇത് സ്ഥാപിച്ചത്. ഈ സ്റ്റുഡിയോയുടെ സിനിമകൾ ലോകമെമ്പാടും പ്രശസ്തമാണ്. ഉദാഹരണത്തിന് മൈ നെയ്ബർ ടോട്ടോറോ, സ്പിരിറ്റഡ് അവേ, ഹൗൾസ് മൂവിംഗ് കാസിൽ എന്നിവയെല്ലാം സ്റ്റുഡിയോ ഗിബ്ലിയുടെ സൃഷ്ടികളാണ്. ഈ സിനിമകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അതിമനോഹരമായ കലാശൈലി. ഓരോ ചിത്രവും കൈകൊണ്ട് വരച്ചതാണ്. പ്രകൃതിയുടെ സൗന്ദര്യം, മനുഷ്യന്റെ വികാരങ്ങൾ, മാന്ത്രിക ലോകങ്ങൾ എന്നിവയെല്ലാം ഈ ചിത്രങ്ങളിൽ കാണാം. സ്റ്റുഡിയോ ഗിബ്ലിയുടെ ശൈലി വളരെ വ്യത്യസ്തമാണ്. മൃദുലമായ നിറങ്ങൾ, വലിയ കണ്ണുകളുള്ള കഥാപാത്രങ്ങൾ, സങ്കീർണമായ പശ്ചാത്തലങ്ങൾ ഇവയെല്ലാം ഈ സിനിമകളെ തനതാക്കുന്നു. ഒരു സിനിമയിലെ ഓരോ ഫ്രെയിമും വരക്കാൻ മാസങ്ങളോ വർഷങ്ങളോ എടുക്കാറുണ്ട്. ഉദാഹരണത്തിന് ദി വിൻഡ് റൈസസ് എന്ന സിനിമയിലെ ഒരു 4 സെക്കൻഡ് ക്ലിപ്പ് വരക്കാൻ ഒരു ആനിമേറ്റർക്ക് 15 മാസം വേണ്ടിവന്നു എന്ന് അറിയാമോ? ഈ കഠിനാധ്വാനം തന്നെയാണ് ഗിബ്ലിയെ ലോക പ്രശസ്തമാക്കിയത്. ഹയാവോ മിയാസാക്കി എന്ന സംവിധായകൻ ഈ സ്റ്റുഡിയോയുടെ ആത്മാവാണ്. അവർ പ്രകൃതിയെ സ്നേഹിക്കുന്നു. മനുഷ്യന്റെ ജീവിതവും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം എല്ലാ സിനിമകളിലും കാണാം. അതുകൊണ്ടാണ് ഗിബ്ലി സിനിമകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നത്. ഈ ശൈലി ഒരു കലാരൂപമായി മാറി. പക്ഷേ ഇന്ന് ഈ ശൈലി AI ഉപയോഗിച്ച് പുനർനിർമ്മിക്കപ്പെടുകയാണ്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് നോക്കാം. ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് സോഷ്യൽ മീഡിയയിൽ തരംഗമായി. എല്ലാവരും അവരുടെ ഫോട്ടോകൾ ഗിബ്ലി ശൈലിയിൽ മാറ്റുന്നു. സാധാരണ സെൽഫികൾ, മീംസ്, പ്രശസ്തരുടെ ചിത്രങ്ങൾ എല്ലാം ഗിബ്ലി ശൈലിയിൽ പുനർനിർമ്മിക്കപ്പെട്ടു. ഈ ട്രെൻഡ് എങ്ങനെ തുടങ്ങി എന്ന് അറിയാമോ? ഇതിന് പിന്നിൽ ഓപ്പൺ AI എന്ന കമ്പനിയുടെ ഒരു പുതിയ സാങ്കേതികവിദ്യ ഉണ്ട്, ചാറ്റ് GPT എന്ന AI ടൂൾ. 2025 മാർച്ച് 26-ന് ഓപ്പൺ AI അവരുടെ ചാറ്റ് GPTയുടെ പുതിയ വേർഷൻ പുറത്തിറക്കി, GPT-4o എന്ന മോഡൽ. ഈ മോഡലിന് ചിത്രങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. ഉപയോക്താക്കൾ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് ഗിബ്ലി ശൈലിയിൽ മാറ്റുക എന്ന് പറഞ്ഞാൽ മതി. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ആ ഫോട്ടോ ഗിബ്ലിയുടെ മനോഹരമായ ശൈലിയിൽ പുനർനിർമ്മിക്കപ്പെടും. ഈ സാങ്കേതികവിദ്യ ലോകമെമ്പാടും ശ്രദ്ധ നേടി. ആദ്യം ചില ഉപയോക്താക്കൾ അവരുടെ സ്വന്തം ഫോട്ടോകൾ ഗിബ്ലി ശൈലിയിൽ മാറ്റി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. പിന്നീട് പ്രശസ്തരായ ആളുകളും ഇതിൽ പങ്കെടുത്തു. ഉദാഹരണത്തിന് ഓപ്പൺ AIയുടെ CEO സാം ആൾട്ട്മാൻ തന്റെ ഒരു ഗിബ്ലി ശൈലി ചിത്രം Xൽ പോസ്റ്റ് ചെയ്തു. അവർ പറഞ്ഞത് 10 വർഷത്തെ AI പരിശ്രമത്തിന് ശേഷം ഗിബ്ലി ട്രെൻഡാണ് ഏറ്റവും വലിയ ശ്രദ്ധ നേടിയത് എന്നാണ്. ഇത് ഒരു തമാശയായി തുടങ്ങിയെങ്കിലും പെട്ടെന്ന് ഒരു വലിയ പ്രവണതയായി മാറി. ലോകമെമ്പാടുമുള്ള ആളുകൾ അവരുടെ വളർത്തുമൃഗങ്ങളുടെ ചിത്രങ്ങൾ, പഴയ സിനിമാ രംഗങ്ങൾ, മീംസ് എന്നിവ ഗിബ്ലി ശൈലിയിൽ മാറ്റി. ഉദാഹരണത്തിന് ലോർഡ് ഓഫ് ദി റിംഗ്സ് എന്ന സിനിമയുടെ ഒരു ട്രെയിലർ ഗിബ്ലി ശൈലിയിൽ പുനർനിർമ്മിക്കപ്പെട്ടു. ഈ ട്രെൻഡ് വളരെ വേഗത്തിൽ വ്യാപിച്ചു. എന്താണ് ഇതിനെ ഇത്ര ജനപ്രിയമാക്കിയത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെയാണ് AIയുടെ പങ്ക് വ്യക്തമാകുന്നത്. AI എങ്ങനെയാണ് ഈ ഗിബ്ലി ട്രെൻഡിന്റെ കേന്ദ്രഭാഗമായത് എന്ന് നോക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നത് ഒരു കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യയാണ്. ഇത് മനുഷ്യന്റെ ചിന്താശേഷിയെ അനുകരിക്കുന്നു. ചാറ്റ് GPT-4o എന്ന മോഡൽ ഒരു പ്രത്യേക തരം AI ആണ്, ഇമേജ് ജനറേഷൻ AI. ഈ AIക്ക് ഒരു ഫോട്ടോ നോക്കി അതിനെ ഒരു പുതിയ ശൈലിയിൽ പുനർനിർമ്മിക്കാൻ കഴിയും. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം നോക്കാം. ഒരു ഉപയോക്താവ് തന്റെ ഒരു സെൽഫി അപ്ലോഡ് ചെയ്ത് ഇതിനെ സ്റ്റുഡിയോ ഗിബ്ലി ശൈലിയിൽ മാറ്റുക എന്ന് പറയുന്നു. AI ആദ്യം ആ ഫോട്ടോ വിശകലനം ചെയ്യുന്നു. പിന്നീട് ഗിബ്ലിയുടെ ശൈലി എന്താണെന്ന് മനസ്സിലാക്കാൻ അത് ലക്ഷക്കണക്കിന് ഗിബ്ലി ചിത്രങ്ങൾ പഠിച്ചിട്ടുണ്ട്. മൃദുലമായ നിറങ്ങൾ, വലിയ കണ്ണുകൾ, പ്രകൃതി ദൃശ്യങ്ങൾ ഇവയെല്ലാം AIയുടെ ഡാറ്റയിലുണ്ട്. ഈ അറിവ് ഉപയോഗിച്ച് AI ആ ഫോട്ടോയെ ഒരു ഗിബ്ലി ചിത്രമാക്കി മാറ്റുന്നു. ഈ പ്രക്രിയ വളരെ വേഗത്തിലാണ്, ഏതാനും മിനിറ്റുകൾ മാത്രം മതി. ഇതിനു മുമ്പ് ഒരു കലാകാരന് ഇങ്ങനെ ഒരു ചിത്രം വരക്കാൻ ദിവസങ്ങളോ ആഴ്ചകളോ വേണ്ടിവരുമായിരുന്നു. AI ഈ പ്രക്രിയ എളുപ്പമാക്കി. പക്ഷേ ഈ സാങ്കേതികവിദ്യ എങ്ങനെ ഇത്ര കൃത്യമായി പ്രവർത്തിക്കുന്നു എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇതിന് പിന്നിൽ മെഷീൻ ലേണിംഗ് എന്ന ഒരു രീതിയുണ്ട്. AI ലക്ഷക്കണക്കിന് ചിത്രങ്ങൾ പഠിച്ച് അവയുടെ ശൈലി തിരിച്ചറിയുന്നു. പിന്നീട് ആ ശൈലി പുതിയ ചിത്രങ്ങളിൽ പ്രയോഗിക്കുന്നു.
ചാറ്റ് ജിപിടിയുടെ ഈ പുതിയ മോഡൽ മാർച്ച് 26-ന് പുറത്തിറങ്ങിയപ്പോൾ ആളുകൾ ഇതിന്റെ കഴിവ് പരീക്ഷിച്ചു. ഗിബ്ലി ശൈലി മാത്രമല്ല, സൗത്ത് പാർക്ക്, റിക്ക് ആൻഡ് മോർട്ടി എന്നിവയുടെ ശൈലിയിലും ചിത്രങ്ങൾ സൃഷ്ടിച്ചു. എന്നാൽ ഗിബ്ലി ശൈലിയാണ് ഏറ്റവും ജനപ്രിയമായത്. കാരണം ഗിബ്ലിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ ട്രെൻഡ് വളരെ വേഗത്തിൽ വ്യാപിച്ചു എന്ന് മുൻപ് പറഞ്ഞല്ലോ. ഓപ്പൺ എഐയുടെ സാം ആൾട്ട്മാൻ പോലും പറഞ്ഞു ഈ ട്രെൻഡ് അവരുടെ സെർവറുകളെ തളർത്തുന്നു എന്ന്. അത്രയ്ക്ക് ആളുകൾ ഇത് ഉപയോഗിച്ചു. ഈ ഗിബ്ലി ട്രെൻഡിന്റെ നല്ല വശങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആദ്യം നോക്കാം. ഒന്നാമതായി, ഇത് ആളുകൾക്ക് സർഗാത്മകത പ്രകടിപ്പിക്കാൻ ഒരു എളുപ്പവഴി നൽകുന്നു. ആർക്കും ഒരു ഫോട്ടോ എടുത്ത് അതിനെ ഗിബ്ലി ശൈലിയിൽ മാറ്റാം. ഇത് കലയെ എല്ലാവർക്കും ലഭ്യമാക്കുന്നു. രണ്ടാമതായി, ഈ ട്രെൻഡ് സ്റ്റുഡിയോ ഗിബ്ലിയെക്കുറിച്ച് പുതിയ തലമുറയെ അറിയിക്കുന്നു. പലർക്കും ഗിബ്ലി സിനിമകൾ അറിയില്ലായിരുന്നു. ഈ ട്രെൻഡ് കാരണം അവർ ഈ സിനിമകൾ കാണാൻ തുടങ്ങി. മൂന്നാമതായി, എഐയുടെ ഈ കഴിവ് വിദ്യാഭ്യാസത്തിനും ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, കുട്ടികൾക്ക് അവരുടെ കഥകൾ ഗിബ്ലി ശൈലിയിൽ ചിത്രീകരിക്കാം. ഇത് അവരുടെ ഭാവനാശക്തി വർദ്ധിപ്പിക്കും. പക്ഷേ ഈ ട്രെൻഡിന് ചില പ്രശ്നങ്ങളുമുണ്ട്. ഏറ്റവും വലിയ വിവാദം കോപ്പിറൈറ്റിനെ കുറിച്ചാണ്. ഗിബ്ലി ശൈലി ഒരു കലാകാരന്റെ സൃഷ്ടിയാണ്. എഐ ഇത് പകർത്തുമ്പോൾ അത് കലാകാരന്റെ അവകാശങ്ങൾ ലംഘിക്കുന്നു എന്ന് ചിലർ പറയുന്നു. ഹയാവോ മിയാസാക്കി തന്നെ എഐയെ എതിർക്കുന്ന ആളാണ്. 2016-ൽ ഒരു എഐ ആനിമേഷൻ ഡെമോ കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഇത് ജീവനെ അപമാനിക്കുന്നു എന്നാണ്. മനുഷ്യന്റെ കഠിനാധ്വാനം കൊണ്ടാണ് ഗിബ്ലി സിനിമകൾ ഉണ്ടായത്. എഐ ഇത് എളുപ്പത്തിൽ പകർത്തുമ്പോൾ അത് ആ കഠിനാധ്വാനത്തിന്റെ മൂല്യം കുറക്കുന്നു എന്ന് മിയാസാക്കി വിശ്വസിക്കുന്നു. ഈ ട്രെൻഡ് വൈറലായപ്പോൾ ഈ പഴയ വീഡിയോ ആളുകൾ വീണ്ടും പങ്കുവച്ചു. ഇത് ഒരു വലിയ ചർച്ചയായി മാറി. കോപ്പിറൈറ്റിന് പുറമെ മറ്റൊരു പ്രശ്നമുണ്ട്, എഐയുടെ ഊർജ്ജ ഉപയോഗം. ഈ ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ വലിയ കമ്പ്യൂട്ടർ സെർവറുകൾ വേണം. ഇത് ധാരാളം വൈദ്യുതി ഉപയോഗിക്കുന്നു. പ്രകൃതിയെ സ്നേഹിക്കുന്ന ഗിബ്ലിയുടെ തത്വങ്ങൾക്ക് എതിരാണ് ഇത്. ഓപ്പൺ എഐ പറയുന്നത് അവർ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. പക്ഷേ ഇത് ഇപ്പോഴും ഒരു വലിയ വിമർശനമാണ്. ഈ വിവാദങ്ങളുണ്ടെങ്കിലും ട്രെൻഡ് നിർത്താൻ ആളുകൾ തയ്യാറല്ല. കാരണം ഇത് വളരെ രസകരമാണ്. എഐ ഭാവിയിൽ എങ്ങനെ കലയെ മാറ്റും എന്ന് ആലോചിക്കേണ്ട സമയമാണ് ഇത്. എഐയും ഗിബ്ലി ശൈലിയും ഭാവിയിൽ എങ്ങനെ മാറും എന്ന് ആലോചിക്കാം. ഈ ട്രെൻഡ് ഒരു തുടക്കം മാത്രമാണ്. എഐ സാങ്കേതികവിദ്യ മെച്ചപ്പെടുന്നതിനനുസരിച്ച് ഇതിന്റെ കഴിവുകൾ വർദ്ധിക്കും. ഉദാഹരണത്തിന്, ഇപ്പോൾ ചിത്രങ്ങൾ മാത്രമാണ് സൃഷ്ടിക്കുന്നത്. എന്നാൽ ഭാവിയിൽ ഗിബ്ലി ശൈലിയിൽ മുഴുദൈർഘ്യമുള്ള ആനിമേഷൻ വീഡിയോകൾ സൃഷ്ടിക്കാൻ എഐക്ക് കഴിയും. ഓപ്പൺ എഐയുടെ സോറ എന്ന ടൂൾ ഇതിന് ഒരു തുടക്കമാണ്. ഈ സാങ്കേതികവിദ്യ കലാകാരന്മാർക്ക് സഹായകമാകാം. ഉദാഹരണത്തിന്, ഒരു ആനിമേറ്റർക്ക് ഒരു കഥ എഴുതി അത് എഐ ഉപയോഗിച്ച് ഗിബ്ലി ശൈലിയിൽ വരക്കാം. ഇത് സമയം ലാഭിക്കും. പക്ഷേ ഇത് കലാകാരന്മാരുടെ ജോലി ഇല്ലാതാക്കുമോ എന്ന ഭയവുമുണ്ട്. എഐ എല്ലാം ചെയ്താൽ മനുഷ്യന്റെ സർഗാത്മകതയുടെ ആവശ്യകത കുറയുമോ എന്നാണ് ചോദ്യം. മറ്റൊരു സാധ്യത എഐയും മനുഷ്യരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഗിബ്ലി ശൈലി ഒരു പ്രചോദനമായി ഉപയോഗിച്ച് പുതിയ തരം കലാസൃഷ്ടികൾ ഉണ്ടാകാം. ഇത് കലയുടെ ഭാവിയെ മാറ്റിമറിക്കും. 2025-ലെ ഈ ട്രെൻഡ് ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമായി കാണാം. സ്റ്റുഡിയോ ഗിബ്ലിയുടെ മനോഹരമായ ശൈലി എഐ ഉപയോഗിച്ച് ലോകമെമ്പാടും എത്തി. ഈ ട്രെൻഡ് സർഗാത്മകതയുടെ ഒരു പുതിയ വഴി തുറന്നു. എഐയുടെ പങ്ക് ഇതിൽ വളരെ വലുതാണ്. പക്ഷേ ഇത് കലയുടെ മൂല്യത്തെ കുറയ്ക്കുന്നുണ്ടോ എന്ന ചർച്ചയുമുണ്ട്. ഭാവിയിൽ എഐയും മനുഷ്യനും ഒരുമിച്ച് എന്തെല്ലാം സൃഷ്ടിക്കും എന്ന് കാണാൻ കാത്തിരിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.